സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. മുട്ടക്കറി അപ്പോൾ ആയിരിക്കും ദോശ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ഉള്ളി സവാളയും സവാള അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് സവാളയ്ക്കകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ഇരിപ്പുണ്ടെങ്കിൽ അതിന് ചെറിയ പീസ് ഉണ്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ഇഞ്ചി തോനെയായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരും. ഒരു അരി കൂടുതൽ ഇഞ്ചി ഇടരുത്. ഇച്ചിരി ഉപ്പ് കൊടുത്തിട്ട് നമുക്കത് വഴറ്റാം. ഒരുപാടങ്ങ് വഴണ്ട. ഇത് നമ്മൾ വഴറ്റിയിട്ട് തണുത്ത് വഴറ്റി ബാക്കി മസാലകളെല്ലാം ഇട്ടിട്ട് തണുത്തിട്ടാണത് നമ്മൾ പിന്നെ ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിലാക്കും. നമുക്കത് തലേ ദിവസത്തെ കണ്ണിമത്തൻ ഞാൻ വെട്ടി വെച്ചിരുന്നു. അത് കഴിച്ചിട്ട് ബാക്കിയത് ഞാൻ അടുത്ത് പുറത്ത് വെച്ചത് ഫ്രിഡ്ജിനകത്തിരുന്നത് അതെടുത്ത് പുറത്ത് വെച്ച് ഒന്ന് പെട്ടെന്ന് വാടിക്കോ കേട്ടോ. എന്നിട്ട് മുട്ടക്കറി നമ്മളാക്കിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഇതിനകത്ത് കാണാൻ ഡിസ്റ്റർബൻസ് വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ആവാതിരിക്കാനാണ് അത് മാറ്റി വെച്ചത് കേട്ടോ. നമുക്ക് നമുക്കത് ഇളക്കി നമുക്കൊരിച്ചിരി 30 മുട്ട മേടിച്ചോണ്ട് വന്നിട്ട് നമ്മൾ പക്ഷെ അതല്ല നമ്മൾ മുട്ട മേടിച്ചാൽ ഞാൻ ഇപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. മറ്റേത് ഞാൻ പുഴുങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ എടുക്കാം. നമ്മൾ ഉപ്പ് വെച്ചാൽ അപ്പോൾ ഇച്ചിരി ലാഭത്തിൽ കിട്ടും കേട്ടോ. നമുക്ക് ഒരു തക്കാളി നല്ല പഴുത്തൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ വഴറ്റി നമുക്ക് മസാലപ്പൊടികളിടണം കേട്ടോ. നമുക്ക് മസാല ഇടാം. മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം മുളക് പൊടി, എരി നമുക്ക് കുറച്ച് മതി. കൂടുതൽ വേണ്ടുന്നവർക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടുക. മല്ലിപ്പൊടി ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. എന്നിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ തണുക്കാൻ വെക്കും കേട്ടോ. പച്ചമണം നല്ലപോലെ ഇച്ചിരി ഒന്ന് പച്ചമണം മാറണം അതിൻ്റെ. എന്നിട്ട് തണുത്തതിന് ശേഷം ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ കൊണ്ടുവന്ന് തണുത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ അത് അരച്ചെടുക്കണം. അരച്ചു കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒരല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഒരു ഉള്ളിയും കൂടെ ഒന്ന്, അതായത് കടുക് വറുത്ത് എന്നിട്ടാണ് ആ മസാല പേസ്റ്റ് എടുത്ത് കഴിക്കുന്നത്. അന്നേരം ഒരു പ്രത്യേകതയാണ്. കാരണം അത് അരച്ചുകൊണ്ട് വന്ന് അതേ രീതിയിൽ അങ്ങ് ഇടുന്നതിനേക്കാൾ നല്ലത് ഒരല്പം കടുക് വറുത്ത് അതിനകത്തോട്ട് എടുത്ത് ഓക്കെ. ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്താ മണമാണെന്നറിയോ വരുന്നത്. എന്നിട്ട് നമ്മുടെ ഇത് അരച്ച് വെച്ച് കൊടുക്കാൻ
ഇപ്പം സ്പെഷ്യൽ മുട്ടക്കറിയായിരുന്നു. എന്തൊരു മുട്ടക്കറിയാണ്? സ്പെഷ്യൽ മുട്ടക്കറി. അതൊന്ന് എണ്ണ തെളിയട്ടെ, എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഉപ്പൊക്കെ ഇട്ടാണ്, ഉപ്പ് തക്കാളി ഇതെല്ലാം ഇട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പം നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഉറപ്പായിട്ടും. കറി റെഡിയായ ഉടനെ അപ്പം കൂടെ ഒക്കെ ചൂടാം. നോക്കട്ടെ. ഇനി നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കഴുകിയ വെള്ളേ. എനിക്ക് മുട്ട തോല് പൊളിക്കാൻ കിടക്കുന്നു. മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മതി. ഇത് തിളച്ചൊന്ന് എണ്ണ തെളിയണേ. ഇച്ചിരി നല്ല തിളച്ചിട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പില്ലായിരിക്കും, ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു ലേശത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു പൊടിക്കും കേട്ടോ. അധികം കുത്തു വരരുത് മസാലയുടെ. ഈ കറിക്ക് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആയിരിക്കും, പക്ഷേ ഇതിന് ആ മസാലയുടെ അധികം കുത്തു വരരുത്. ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് വരാറാകുമ്പോഴത്തേനും നമുക്ക് നോക്കട്ടെ ഉപ്പുണ്ടോന്ന്. കറക്റ്റ് ഉപ്പ്. കറക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ഉപ്പ്. ഞാനപ്പോഴത്തേനും മുട്ട എന്തായാലും നോക്കട്ടെ. മുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട്, പക്ഷേ വെള്ളത്തിലിട്ടില്ല. ഞാൻ വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രം ഞാൻ അത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ അടുപ്പിൽ നിന്ന് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ നോക്കാം. നോക്കിക്കോ. ഈ അടുപ്പിൽ നിന്ന് ഞാൻ മാറ്റി ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെക്കാൻ പോകും. അവിടെ ഇരുന്ന് ആവട്ടെ. അപ്പം ഇത് ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോകും. നമ്മുടെ അപ്പത്തിൻ്റെ ചട്ടി എടുക്കട്ടെ. തിളച്ചിട്ടുണ്ട് നല്ല. ഞങ്ങൾ കുറച്ച് വെക്കും. അപ്പം എണ്ണയൊന്ന് തെളിയും. എല്ലാം മുട്ടയാക്കിയിട്ട് ഞാൻ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടാക്കി വെച്ചു. നമ്മുടെ മുട്ടക്കറി റെഡി. അപ്പം ഉണ്ടാക്കി. ഞാൻ ദോശയും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം കുറച്ച് മാവേ ഉള്ളായിരുന്നു. അപ്പം ഞാനത് ദോശയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. കണ്ടല്ലോ, അപ്പോൾ സൂപ്പർ കറി. നിങ്ങൾ ട്രൈ ചെയ്യുക ഇതേ രീതിയിൽ. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതേ രീതിയിൽ ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.